പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഗത പ്രസംഗം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കുട്ടനാടും പിടിക്കും, മുഖ്യമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല വരുന്നു. അതൊക്കെ അവരുടെ ആഗ്രഹം പറയുന്നതാണോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പാർട്ടി തീരുമാനം. എന്താ ഒരു പൊതുചിത്രം എന്താ? പൊതുചിത്രം UDF വളരെ അനുകൂലമാണ്. നമുക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രൂപപ്പെട്ട് വരുന്നുണ്ട്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. എന്താണ് അനുകൂല ഘടകങ്ങൾ വിലയിരുത്തുന്നത്? ഒന്ന്, ഈ 10 വർഷത്തെ ദുർഭരണം, ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ കുട്ടനാടാണെങ്കിൽ കുട്ടനാട്ടിലെ കർഷകർക്ക് നെല്ലിന് പണം പോലും കിട്ടാത്ത അവസ്ഥ, ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ശബരിമല ഒരു വലിയ വിഷയമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട അഴിമതി, അതിൽ 2 CPM നേതാക്കന്മാർ ജയിലിൽ പോകുന്നു, അടുത്ത മന്ത്രിമാർ ജയിലിൽ പോകാൻ ഒരുങ്ങുന്നു. ഇതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. അഴിമതിയും കൊള്ളയും നടത്തുന്ന ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള മൂർത്തമായ ഒരു പ്രതികരണമാണ് കേരളത്തിലെ ജനങ്ങളുടെ നിന്ന് ഉണ്ടാകുന്നത്. ആദിവാസി മേഖലയിൽ ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല, പട്ടികജാതി മേഖലകളിൽ ലംസഗ്നാൻഡ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ പട്ടികജാതി ക്ഷേമ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ആദിവാസികളുടെ ഇടയിൽ പട്ടിണി മരണവും അതോടൊപ്പം തന്നെ അവിടെ ശിശുമരണവും വർദ്ധിക്കുന്നു. ഇതൊന്നും നോക്കാനും കാണാൻ ഇവിടെ പട്ടികജാതിക്കാർക്ക് മന്ത്രിയില്ലല്ലോ. 12% പട്ടികജാതിക്കാർ കേരളത്തിൽ ഒരു മന്ത്രിയില്ല. ഇതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ മുഖം. BJPയുടെ ഒരു വരവിൽ എങ്ങനെ കാണുന്നത്? പലയിടത്തും കോൺഗ്രസിനെ പിന്തുണന്നാണ് അവർ തന്നെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലുമില്ല. BJP 7000 സീറ്റുകളിൽ മത്സരിക്കുന്ന പോലുമില്ല. ഒരു CPM-ആയിട്ട് അന്തർധാരയാണ്. ഞങ്ങളെ ഒരു കാരണവശാലും BJPയുടെ സ്ഥാനാർത്ഥിത്വമൊന്നും ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങളതൊക്കെ പൂർണ്ണമായും മതേതര നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട്. തീർച്ചയായിട്ടും വൈശാഖിനൻ ദാസനെ അഭിനന്ദിക്കുന്നു. ഈ ചൂട് സമയത്തും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഈ യാത്ര വൻ വിജയമാണ് എന്ന് ഞാൻ കരുതുന്നു. ആശംസകൾ.